എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് റിസോർട്ടിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് എന്തായാലും പോയിട്ട് കാണാം. നമ്മൾ കമൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എന്തായാലും പോയിട്ട് കാണാം. നമ്മൾ എത്തിയതിന് രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വ്യൂ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് റൂമിൻ്റെ പുറത്ത് നോക്കിയിട്ട് നല്ല അടിപൊളി വ്യൂ, കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ റിസോർട്ടിലത്തെ മറ്റേ പൂളിൻ്റെ ഭാഗത്തിന് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോയി. അന്നേരം ഇത് കാണിച്ചത് ഇതാ റാബിറ്റ്. എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് റാബിറ്റ്. അതിനെക്കാളും ഒരു വേറെ തന്നെ ഒരു ക്യൂട്ടല്ലേ. ഞാൻ ചപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്, പൈതൽ ഹിൽ റിസോർട്ട്. ഇതാ റാബിറ്റിൻ്റെ അടുത്തുനിന്നേ പോകുന്നില്ല, നമ്മൾ റീൽസൊക്കെ എടുക്കുക അങ്ങോട്ടൊക്കെ പോവാന്നെല്ലാം പറയുമ്പോൾ പറയുന്നത് എനിക്ക് റാബിറ്റിന് ഫുഡ് കൊടുക്കണം, ചപ്പെടുക്കുക കൊടുക്കുക തീരുക, പിന്നെയും ചപ്പെടുക്കുക കൊടുക്കുക തീരുക. അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി റീൽസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് വയനാടല്ല, ഇത് കണ്ണൂർ ജില്ലയാണ് സംഭവം വരുന്നത്. ഇത് ഒരു ഇരിട്ടി ആ ഭാഗമൊക്കെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ബാപ്പാടി ഇങ്ങനെ നൊടിഞ്ഞുകൊണ്ട് പോകുന്നത്. പറയുന്നു എനിക്ക് പൂളിൻ്റെ അടുത്ത് പോകണോ അല്ലെങ്കിൽ റാബിറ്റിൻ്റെ അടുത്ത് പോകണമെന്ന്. നേരം നമ്മൾ പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് പൂളിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂള്. നല്ല ആഴമൊക്കെയുള്ള പൂളൊക്കെ ഉണ്ട്. ഒന്നിലിരുന്നത് 3 ഫീറ്റ്, ഒന്നിലിരുന്നത് 5 ഫീറ്റ്, ഒന്നിലിരുന്നത് 7 ഫീറ്റാണ്. 7 ഫീറ്റിലും 5 ഫീറ്റിലും എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ പോലത്തെ ആൾക്ക് തീരെ ഇറങ്ങാൻ പറ്റില്ല. എന്താ വെച്ചാൽ എനിക്ക് ഒട്ടും നീന്തൽ അറിയില്ല. എനിക്ക് 3 ഫീറ്റിലാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയത്. ട്യൂബ് ഇട്ടാൽ ഞാൻ നീന്തും, അന്നേരം അല്ലാണ്ട് എനിക്ക് ട്യൂബ് കഴിച്ചിട്ട് എനിക്ക് നീന്താൻ അറിയില്ല. നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങുന്നില്ല, എന്താ വെച്ചാൽ ഇപ്പോൾ പൂള് ക്ലീൻ ആക്കുന്നതാണ്. ചില റിസോർട്ടിലൊക്കെ കാണുമല്ലോ പൂളൊക്കെ ഭയങ്കര വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു ഫ്രഷ് വാട്ടർ അല്ലാണ്ട് ഇത് അതേപോലെയല്ല, നല്ല ഫ്രഷ് വാട്ടർ ആയിരുന്നു. പിന്നെ അന്നൂൻ്റെ അടുത്ത് പാപ്പാ അടുത്തൊക്കെ ഈ കയ്യിൽ കാണുന്നില്ല ഒരു ചെറുനാരങ്ങ പോലത്തെ ഒരു സാധനം, ഇതെന്തോ ഒരു കുടംപുളിയോ അങ്ങനെ എന്തോ പറയും ഇതിന്. നല്ല അടിപൊളി പുളിപ്പായിരുന്നു. ചെറുനാരങ്ങനെക്കാട്ട് ഇരട്ടി പുളിപ്പുണ്ട്. ഞാനും അന്നൊക്കെ തിന്നേരം ഭയങ്കരമായിട്ട് പുളിപ്പുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തിരിയും. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ ഫുഡിന് പൂരിയും വാജിക്കറിയും പിന്നെ പുട്ടും കടലക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണം, നല്ല അടിപൊളിയായിരുന്നു, നല്ല ഒരു രക്ഷയില്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ പൂളിലിറങ്ങാൻ നോക്കുന്നതാണ്. നേരെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു വെള്ളം. ഇപ്പോൾ അങ്ങനെ ഞാൻ കീയണ്ട വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നതിന് നേരെ ബാപ്പി ഫേസാണ് വന്നത്. ഒറ്റ വരെ ഉന്തിയിടൽ. അനക്കാണ് വെള്ളം തണുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അന്നുവാണ് കീഴനും നിൽക്കുന്നില്ല. ബാപ്പ അന്യനെ ഉന്തിയിട നോക്കുമ്പോൾ അന്നൊപ്പം അവിടെ ഓടിക്കളഞ്ഞ്. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വെള്ളത്തിൽ വീണ് ഇനി കളിക്കാന്ന്. അന്നുവിനെ എടുത്തിട്ട് അപ്പാട് ബാപ്പ നിലത്ത് വെച്ച് എന്നിട്ട് അന്നു പറയുന്ന ഡയലോഗ് നിങ്ങൾ കേൾക്കണം, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങളിപ്പോൾ കേട്ടില്ല അന്നുവിൻ്റെ വർത്താനം. അന്നു വെള്ളത്തിൽ കീനേരെ പറയുന്നത് ഒരു പ്രശ്നമൊന്നും ഇല്ലാന്ന്. പിന്നെ അന്നുവിനെ വെള്ളത്തിൽ ഉന്തിയിട്ട ദേഷ്യത്തിൽ നമ്മൾ പറഞ്ഞു പാപ്പാട് ഇനി എന്തായാലും ഫൈസാണ് ഊപ്പിക്കണം. അങ്ങനെ നമ്മൾ ഫൈസാനെ വെള്ളത്തിലേക്ക് ഉന്തിയിട്ട് ബാപ്പനെ ഉന്തിയിട്ട് നോക്കിയതാ. ബാപ്പ നേരെ നമ്മളെ ഉന്തിയിട്ട്. അപ്പോൾ ബാപ്പാനെ അങ്ങനെ കീച്ച് എന്നിട്ട് ഇനി നമ്മൾ കുറേ നേരം വെള്ളത്തിൽ നിന്ന് കളിക്കൊക്കെ ചെയ്ത് ഇതാ പിന്നെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പാട് അവിടെ കാര്യക്കൊക്കെ ചെയ്ത് നമ്മൾ ഓരോട് ചോദിച്ചു ഇവിടെ അധികം മയ്യാണെന്ന്. ഓരോ പറഞ്ഞു ഇവിടെ അധികം മയ്യാണ് ഉണ്ടാവാറെന്ന്. ഇവിടെ മലപ്രദേശമൊക്കെ അല്ല, അപ്പോൾ നല്ലോണം മഴയൊക്കെ പെയ്യും. നാട്ടിൽ തന്നെ ഇവിടെ ഭയങ്കര മഴ, അപ്പോൾ ഇവിടേക്ക് ഭയങ്കര മഴയായിരിക്കൂലേ. നമ്മൾ ഉറങ്ങുമ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു. കുറച്ച് നേരം നമ്മൾ വിചാരിച്ചതിന് എന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങി നനഞ്ഞില്ലേ, ഇനി നമുക്ക് മഴത്ത് ഇറങ്ങിയിട്ട് കുളിക്കാമെന്ന്. അങ്ങനെ നമ്മൾ മഴത്ത് ഇറങ്ങി പൂളിന്നൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് റിസോർട്ടിൽ വരുന്നത് എന്തിനാ വെച്ചാൽ പൂളിലിറങ്ങാനാണ്. എൻ്റെ പോലത്തെ കുറേ ആളുണ്ടാവില്ല, അങ്ങനെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ, എന്നെ പോലുള്ളവരുണ്ടോ നോക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷൊക്കെ ആയി. ഇതാണ് എൻ്റെ ഫൈസാൻ്റെ റൂം. അപ്പോൾ ഇവിടെ ഒരു ബാൽക്കണിയും പിന്നെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് റൂം. ഉമ്മയും ബാപ്പയും അന്നുവും കിടന്ന റൂമാണിത്. ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്, അവിടെ 2 സോഫയും പിന്നെ ഒരു TV-യും പിന്നെ ഇതാണ് ബെഡ്റൂം. ഇവിടെ അതേപോലെ തന്നെ ഒരു വിൻഡോ ഒരു ബാൽക്കണിയുമാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നതാണ്. നിങ്ങൾക്ക് ഏത് റൂം ഇഷ്ടപ്പെട്ട് വിചാരിച്ചാൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് ഉമ്മയും ബാപ്പയും ഒക്കെ കിടന്ന ആ റൂമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഏർക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടുത്തെ ഓണർ തന്നെയാണ് ഏർക്കുണ്ടത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഓണറും. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരിക, എല്ലാവരും സ്റ്റേ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ കാണുന്നവരെ ബായ്.